ഹായ്, ഞാൻ ഇന്ന് കുക്ക് ചെയ്യാൻ പോകുന്ന വെണ്ടയ്ക്ക തീയലാണ്. എനിക്ക് കറികളിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു തീയലുമാണ് വെണ്ടയ്ക്ക തീയൽ. അപ്പോൾ ഇതിൻ്റെ റെസിപ്പി ഞാൻ ഉറപ്പായിട്ടും പറഞ്ഞുതരാം. അപ്പം എന്നാൽ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക. നമുക്ക് വെണ്ടയ്ക്ക ഇതുപോലെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഒരു നെല്ലിക്ക വലുപ്പത്തിലുള്ള വാളംപൊടി ചൂടുവെള്ളത്തിട്ട് വെച്ചിട്ടുണ്ട്. ഒരു അരമുറി തേങ്ങ തിരികിയത്, 2 പച്ചമുളക്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഒരു 3 വെളുത്തുള്ളി, ഒരു 20 കുഞ്ഞുള്ളിയും കൂടെ ഇതുപോലെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. നമുക്ക് തേങ്ങ ഒന്ന് ഫ്രൈ എടുക്കാം. തേങ്ങ ഒരു 5-6 ചെറിയ ഉള്ളി അരിഞ്ഞെടുത്തിട്ട്, ഒരു 3 വെളുത്തുള്ളി അരിഞ്ഞെടുത്തത്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി അതും ഇതുപോലെ കുഞ്ഞു കുഞ്ഞായിട്ട് അരിഞ്ഞെടുത്തത്, ഒരു പച്ചമുളക് ഇട്ടിട്ട് ഗ്യാസ് ലോ ഫ്ലെയിമിൽ വെച്ച് നമുക്ക് ഇതുപോലെ ഒന്ന് തേങ്ങ ഇത്രയായിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കുക. ഇതുപോലെ ഫ്രൈ എടുക്കുക. ഇത് നമുക്ക് തേങ്ങ തേണ്ട ഒരു ഗോൾഡൻ പരുവാകുമ്പോഴത്തേനും നമുക്ക് ഇതിനകത്ത് മസാല കൂട്ട് ചേർത്ത് കൊടുക്കണം. ഈ ഒരു പരുവ ആയിട്ട് അവിടെ നിർത്തുക. അതിലേക്ക് നമുക്ക് 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, 3/4 ടീസ്പൂൺ എരിവുള്ള മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. 2 ടീസ്പൂണ് മല്ലിപ്പൊടി അതുകൂടെ ഇട്ടിട്ട് നമുക്കിതുപോലെ ഒന്ന് ലോ ഫ്ലെയിം വെച്ച് തന്നെ ഇതൊന്ന് ഇളക്കി കൊടുക്കുക. അപ്പം നമ്മുടെ തേങ്ങ ഇപ്പം ഗോൾഡൻ പരുവത്തിൽ മാത്രമേ കിട്ടിയിട്ടുള്ളായിരുന്നു. അപ്പോൾ ഇതുകൂടെ ഇളക്കി കൊടുക്കാൻ നേരം നമ്മുടെ ഈ മസാലക്കൂട്ടൊന്ന് മൂത്ത് കിട്ടുകയും ചെയ്യും. നമ്മുടെ തേങ്ങ കറക്റ്റ് ആ ഒരു ബ്രൗണിഷ് പരുവത്തിലേക്ക് തന്നെ കിട്ടുകയും ചെയ്യും. രണ്ടും ഒരുപോലെ തന്നെ കിട്ടുകയും ചെയ്യും. ഈ ഒരു പരുവത്തിൽ ഇത്രയും ആക്കിയാൽ മതി. അതിനുശേഷം ഒരു 5 മിനിറ്റ് ഒന്ന് ചൂടാറിയതിന് ശേഷം നമുക്ക് ഇത് വെള്ളം ഒഴിക്കാതെ മിക്സിയുടെ ജാറിലിട്ട് അരച്ചെടുക്കുക. വെള്ളം ഒഴിക്കണ്ട. വെള്ളം ഒഴിക്കാതാണ് ഞാൻ ചെയ്യുന്നത്. എന്നിട്ട് നല്ലതായിട്ടൊന്ന് അരച്ചെടുക്കുക. ഇതുപോലെ നല്ലതായിട്ട് അരച്ചെടുക്കുക. നമ്മുടെ അരപ്പ് കണ്ട് ഇവിടെ റെഡിയായിട്ട് കിട്ടിയിട്ടുണ്ട്. കണ്ടോ, ഈ ഒരു പരുവത്തിൽ അരപ്പ് കിട്ടും. ഉണ്ടോ? പിന്നെ അത് വെള്ളം ഒഴിക്കണ്ട. എന്നിട്ട് നമുക്കൊരു പാൻ എടുത്തിട്ട്, അല്ലെങ്കിൽ ഞാനിപ്പോൾ ചട്ടി എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് ഞാൻ സൺഫ്ലവർ ഓയിലിനകത്താണ് ചെയ്യുന്നത്. ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് നമുക്ക് ആദ്യം ആ വെണ്ടയ്ക്ക നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഒരു മീഡിയം ലെവലിൽ മാത്രം ഫ്രൈ ചെയ്തെടുത്താൽ മതി. ഒത്തിരി ഫ്രൈ ചെയ്ത് പോകണ്ട. നമുക്ക് ആ ഒരു വെണ്ടയ്ക്കയുടെ ആ ഒരു വഴുവഴുപ്പ് മാറാൻ വേണ്ടി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നത്. ഇതുപോലെ ഒന്ന് ഗ്യാസ് മീഡിയം ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് ഒരു മീഡിയം ലെവലിൽ മാത്രം ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി. അതിലേക്ക് ഒരു 10-15 ചെറിയ ഉള്ളി ഇതുപോലെ കുഞ്ഞു കുഞ്ഞായിട്ട് അരിഞ്ഞാണ് ഇട്ട് കൊടുത്തേക്കുന്നത്. അതും ഇട്ട് കൊടുത്തു. ഒരു പച്ചമുളക് അതും ഇട്ട് കൊടുത്തു. അതിലേക്ക് നമുക്ക് സ്വല്പം കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്ത് ഇതുപോലെ ഒന്ന് ഇളക്കിയെടുക്കാം. ഇതുപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. സ്വല്പം കറിവേപ്പിലയും ഇട്ട് കൊടുത്തു. ഇനി ഇതുപോലെ നമുക്ക് ഗ്യാസ് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. ഒരു 1/2 ടീസ്പൂണ് ഉപ്പുകൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് ഇതുപോലെ വഴറ്റിയെടുക്കാം. അപ്പോൾ ഉപ്പ് ഇട്ട് കൊടുക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് വഴന്ന് കിട്ടും. അതിലേക്ക് നമുക്ക് ആ വാളംപുളി വെള്ളം ഇതുപോലൊരു അരിപ്പയ്ക്കകത്തോട്ട് ഇതുപോലെ അരിച്ച് ഒഴിച്ചു കൊടുത്താൽ മതി. കാരണം ഇതിൻ്റെ പെശലൊന്നും അതിനകത്തോട്ട് വീണാൽ പിന്നെ അതിനകത്ത് കറിക്കൊരു വേറൊരു ടേസ്റ്റ് ആയിപ്പോകും. കാരണം ഈ പെശൽ നമുക്ക് ചവയ്ക്കാൻ നേരം വേറൊരു ടേസ്റ്റ്. അതുകൊണ്ട് പെശൽ നമുക്ക് ഇടണ്ട. അതൊന്ന് പിഴിഞ്ഞൊഴിച്ചാൽ മാത്രം മതി. എന്നിട്ട് ഇനി ആ പുളിവെള്ളത്തിൽ കിടന്ന് ഇതൊന്ന് തിളച്ച് കിട്ടണം. അപ്പോൾ നമ്മുടെ ഈ വെണ്ടയ്ക്കകത്തോട്ടൊക്കെ ഈ പുളി ഒന്ന് ഇറങ്ങും. ഇനി നമുക്കൊന്ന് അടച്ച് വെച്ച് ഇതൊന്ന് തിളപ്പിച്ചെടുക്കുക. അപ്പോൾ ഒരു 3 മിനിറ്റ് ഒന്ന് വെക്കുമ്പോൾ തന്നെ പെട്ടെന്ന് തിളച്ച് തന്നെ കിട്ടും. അപ്പം നമ്മുടെ ഒന്ന് നോക്കുക. അപ്പം ഇത് തിളച്ച് കിട്ടിയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് അരച്ച് വെച്ചേക്കുന്ന തേങ്ങ ഇതുകൂടെ അങ്ങോട്ട് കൊടുക്കുക. ഈ ഒരു തേങ്ങ ഇതിൻ്റെ ഒരു സ്മെല്ല് തന്നെ അപ്പം നല്ല ഇതായിരുന്നു കേട്ടോ. നമ്മുടെ മസാലക്കൂടിൻ്റെ ഈ ഒരു അരച്ച് വെച്ചേക്ക് നമ്മൾ ഇട്ട് കൊടുക്കാൻ നേരം ഉണ്ടോ, ഇതുകൂടെ അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ട് നല്ലതായിട്ട് അങ്ങ് മിക്സ് ചെയ്യുക. നല്ലതായിട്ട് അതിനകത്തോട്ട് അങ്ങ് മിക്സ് ചെയ്ത് അങ്ങ് കുഴച്ചങ്ങ് എടുക്കുക. കണ്ടോ, ഈ ഒരു രീതിയിൽ കുഴച്ചെടുക്കുക. ഗ്യാസ് മീഡിയം ഫ്ലെയിമിൽ വെച്ച് തന്നെ നമുക്കിതങ്ങ് മിക്സ് ആക്കി എടുക്കാം. കാരണം ഇതെല്ലാം ഒന്ന് നല്ലതായിട്ടൊന്ന് അതിലോട്ടൊന്ന് പിടിക്കട്ടെ. അതിനോട് നല്ലതായിട്ട് അങ്ങ് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് നമുക്ക് ആ ഒരു മിക്സഡ് ജാറിൽ ബാക്കി അതിനകത്തൊക്കെ പറ്റിയിരിക്കുന്ന ആ ഒരു അരപ്പൂടി നമുക്ക് സ്വല്പം വെള്ളം കൂടി ചേർത്ത്, ഏകദേശം ഒരു 1.25 കപ്പ് വെള്ളമുണ്ട് ഇത്. അത്രയും വെള്ളം കൂടി ചേർത്ത് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഇതങ്ങോട്ട് നല്ലതായിട്ട് അങ്ങോട്ട് മിക്സ് ആക്കി അങ്ങോട്ട് എടുക്കുക. ഇതുപോലെ ഈ അരപ്പെല്ലാം അങ്ങോട്ട് നല്ലതായിട്ട് മിക്സ് ആക്കി ഒന്ന് ഇളക്കി എടുത്തിട്ട് നല്ലതായിട്ട് അങ്ങ് മിക്സ് ആക്കി യോജിപ്പിക്കുക. എന്നിട്ട് ഇതൊന്ന് അടച്ച് വെച്ചിട്ട് നല്ലതായിട്ട് ഇതങ്ങ് തിളപ്പിച്ചെടുക്കണം. നല്ലതായിട്ട് മിക്സ് ആക്കിയിട്ട് അടച്ച് വെച്ച് കഴിയുമ്പോൾ ഒരു 4 മിനിറ്റ് ഒന്ന് അടച്ച് വെച്ച് കഴിയുമ്പോൾ നല്ലതായിട്ട് തിളച്ച് കിട്ടും. അപ്പോൾ നല്ലതായിട്ട് തിളപ്പിക്കത്തുണ്ട്. നമ്മൾ തിളച്ച് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ അടിപൊളി സ്മെല്ലാണ് വരുന്നത്. നല്ല കറിയുടെ നല്ല സ്മെല്ല് വരുന്നുണ്ട്. കണ്ടോ, ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. നമുക്കിതിന് ഒത്തിരി ഗ്രേവിയുടെ ആവശ്യമില്ല. ഇത് കുഴച്ചെടുത്താൽ മാത്രം മതി കേട്ടോ. തീയലിന് ഒത്തിരി ഗ്രേവിയുടെ ആവശ്യമില്ല. നല്ലതായിട്ട് വെള്ളം കുഴച്ചെടുത്തതിന് ശേഷം നമുക്കിനിയും വേറൊരു പാനിലേക്ക് നമുക്ക് കടുക് പൊട്ടിക്കാം.
ഇത് നമുക്ക് കടുക് പൊട്ടിക്കാൻ നേരം ഒരു 2 ടേബിൾ സ്പൂണ് ഓയിൽ, കോക്കനട്ട് ഓയിൽ, വെളിച്ചെണ്ണയാണ് ചേർത്തേക്കുന്നത്. അതിലേക്ക് നമുക്കൊരു 1/2 ടീസ്പൂണ് കടുക് പൊട്ടിക്കുക. അതിലേക്ക് നമുക്ക് ഒരു 5-6 കറിവേപ്പില, ഒരു 3-4 വറ്റൽമുളക് മുറിച്ചിട്ടത്, ഒരു 1/2 ടീസ്പൂണ് കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കുക. ഒരു നുള്ള് ഉലുവാപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുക. ഇതിപ്പോൾ നമുക്ക് ഫ്രൈ പാൻ ചൂടായിട്ട് നിൽക്കുകയാണെങ്കിൽ മുളക് പൊടിയും ഇതൊന്ന് കരിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടി ഗ്യാസ് നമുക്ക് ഓഫ് ആക്കിയിട്ട് നമുക്ക് ഇളക്കി കൊടുത്താൽ മതി. ചെറുതായിട്ടൊന്ന് മൂത്ത് മാത്രം കിട്ടിയാൽ മതി. ഇതുപോലൊന്ന് മൂപ്പിച്ചെടുക്കുക. ഇത് കരിഞ്ഞു പോകല്ലേ, ഇതുപോലൊന്ന് ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചെടുത്താൽ മാത്രം മതി. അതിനുശേഷം ഇനി നമുക്ക് ഇത് ഇത്ര മൂത്താൽ മതി. ഇനി നമുക്ക് ആ കറിയിലേക്ക്, നമ്മുടെ ആ ഒരു തീയലിലേക്ക് നമുക്ക് ഇതുകൂടെ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക. ഇതുകൂടെ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാൻ നേരം തന്നെ നമ്മുടെ കറിയുടെ ആ ഒരു ടേസ്റ്റേ അങ്ങ് മാറും. കാരണം അടിപൊളിയായിട്ടുള്ള ഒരു ടേസ്റ്റായിട്ട് മാറുകയാണ്. അപ്പോൾ ഇതുപോലെ ഞങ്ങൾ നല്ലതായിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്ത് അങ്ങോട്ട് കൊടുക്കുക കേട്ടോ. ഈ ഒരു പരുവത്തെ മാത്രമേ തീയിൽ നിൽക്കാവേ. കാരണം ഇത് ചോറിനൂടെയൊക്കെ എന്ന് പറയാൻ ഈ ഒരു പരുവത്തെ സൈഡ് ഡിഷായിട്ട് ഉണ്ടോ, ഈ ഒരു പരുവത്തിൽ നിൽക്കണം. അപ്പോൾ നല്ലതായിട്ട് കുഴച്ചെടുക്കാം കേട്ടോ. ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക, ഇത്രയേ ഉള്ളൂ. എന്നിട്ട് നമുക്ക് ഈ ഒരു കറി മാത്രം ഉള്ളെന്ന് പറയാൻ നമുക്ക് വയറ് നിറച്ച് ചോറ് കഴിക്കാൻ പറ്റും കേട്ടോ. നമുക്ക് വലിയ മീൻ കറിയോ വേറെ ഒന്നിൻ്റെ ആവശ്യമില്ല. കാരണം ഈ തീയലിൻ്റെ പ്രത്യേകത അതാണ്. ഇപ്പോൾ ഉള്ളിത്തീയലായിക്കോട്ടെ, അല്ലെ വെണ്ടയ്ക്ക തീയലായിക്കോട്ടെ, എന്തൊരു തീയലൈറ്റത്തിൻ്റെ ഒരു പ്രത്യേകത അതാണ്. ഇനിയും ലാസ്റ്റ് നമുക്കൊന്ന് ഉപ്പ് നോക്കാം. ലാസ്റ്റ് നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി. ആദ്യം നമുക്ക് കുറച്ച് ഉപ്പ് ചേർത്തായിരുന്നു. നമുക്ക് ഒത്തിരി ഉപ്പ് ആദ്യമേ ചേർത്ത് കൊടുക്കല്ലേ, മീഡിയം ആയിട്ട് ചേർത്ത് കൊടുക്കുക. അതിലേക്ക് നമുക്ക് 1 നുള്ള് ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്തപ്പോൾ തന്നെ നമ്മുടെ കറിയുടെ കറക്റ്റ് അളവിലുള്ള നമ്മുടെ ഉപ്പ് ഇവിടെ മിക്സായി കഴിഞ്ഞു. അപ്പം പ്രത്യേകം ശ്രദ്ധിക്കുക, നമുക്ക് ഉപ്പ് ചേർക്കാൻ നേരം കുറവ് കൂടുതലൊക്കെ ഉള്ളത് ലാസ്റ്റ് മാത്രം ചേർക്കുക. കാരണം ഉപ്പ് കൂടിപ്പോയെങ്കിൽ നമ്മുടെ കറി മൊത്തത്തിൽ അത് പ്രശ്നമാകും. അപ്പം നമ്മൾ കറി വെച്ച് കൊടുക്കാൻ നേരം ബാക്കിയുള്ളവരൊക്കെ നല്ല കറിയായിരുന്നു കേട്ടോ, അടിപൊളി ടേസ്റ്റ് ആയിരുന്നു പറയുമ്പോൾ നമുക്ക് കുക്ക് ചെയ്യുന്നവരെ സംബന്ധിച്ച് ഒരു വലിയ സന്തോഷമാണ്. കാരണം നമ്മൾ ആ ഒരു റെസിപ്പി അവർക്ക് ഇഷ്ടപ്പെടുന്ന അറിയുമ്പോൾ നമുക്ക് വലിയൊരു സന്തോഷമാണ്. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു രീതിയിൽ തന്നെ മിക്സാക്കി ഇത്ര എടുത്ത് കഴിയുമ്പോഴത്തേന് നമ്മുടെ വെണ്ടയ്ക്ക തീയൽ കറി ഇവിടെ അടിപൊളിയായിട്ട് ടേസ്റ്റുള്ള കറി റെഡി ആയിട്ടിരിക്കുവാണ്. ഇനി നമുക്കിതിപ്പോൾ ഒരു 5 പേർക്കുള്ള ഒരു റെസിപ്പി മാത്രമേ ഉള്ളൂ കേട്ടോ. ഒരു 5 പേർക്ക് കഴിക്കാനുള്ള റെസിപ്പി ഉണ്ട്. അപ്പം ഇതുപോലെ ഉറപ്പായിട്ടും കുക്ക് ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് വീഡിയോ ഉറപ്പായിട്ടും ഇഷ്ടപ്പെട്ട് കഴിയുമ്പോൾ നിങ്ങൾ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പം നല്ലൊരു ടേസ്റ്റ് ആയിട്ടൊരു കറി തന്നെയാണ്. ഈ രീതിയിൽ ഒന്ന് കുക്ക് ചെയ്ത് നോക്കണം കേട്ടോ. ഈ ഒരു കറി ഉണ്ടെങ്കിൽ നമുക്ക് വയറ് നിറച്ച് തന്നെ ചോറ് കഴിക്കാൻ പറ്റും എന്നുള്ള കാര്യം ഞാൻ ഉറപ്പായിട്ടും ഞാൻ പറയുകയാണ്. അപ്പം ഉറപ്പായിട്ട് ഈ രീതിയിൽ തന്നെ ഒന്ന് കുക്ക് ചെയ്ത് നോക്കുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ഇനിയും നല്ല നല്ല വീഡിയോസുമായിട്ട് വീണ്ടും വരുന്നതായിരിക്കും. അപ്പം താങ്ക് യു.